ഇതൊരു വലിയ യാത്രയുടെ ചെറിയൊരു തുടക്കമാണ്. ഒരുപാട് ആഗ്രഹിച്ചൊരു യാത്ര. ഇതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ 39ാമത്തെ വയസ്സിലാണ്. ഒരിക്കലും എനിക്ക് എത്തിപ്പെടാനാവില്ല എന്ന് കരുതിയ ഒരു സ്ഥലത്തേക്ക് ഞാനിപ്പോൾ യാത്രയാവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ യാത്ര തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ നമ്മൾ ഹരിദ്വാറിലൂടെ, ഋഷികേശിലൂടെ, ഷിംല, മണാലി, അങ്ങനെ ലേ വരെ എത്തിച്ചേരുന്ന ഒരു യാത്ര. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ദൈവം അത് നടത്തിത്തരുമെന്ന് പറയുന്നത് സത്യമാണല്ലേ? അതെ, സത്യമാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഈ യാത്രയിൽ ഞാൻ തനിച്ചല്ല, നിങ്ങളുമുണ്ട് എന്നോടൊപ്പം. നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം കാഴ്ചയുടെ ലോകത്തേക്ക്. കൂടെ തന്നെ കൂടിക്കോളൂ, നമുക്കൊരുമിച്ച് ഈ ലോകം കാണാം. ഞാൻ കുറച്ചധികം നേരമായിട്ട് ഇത് ഗംഗ, അപ്പർ ഗംഗ കനാൽ എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇത് എന്താണ്, ഏതാ റോഡ് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ ഈ ഒരു 25 കിലോമീറ്ററോളമായിട്ട് ഞാൻ 25 അതിൽ കൂടുതലായി തോന്നുന്നു. ഈ സെയിം ഈ കനാലിൻ്റെ ഈ പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ് പോണത്. അപ്പർ ഗംഗ കനാൽ എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് മാപ്പിൽ. എനിക്ക് എന്നത് ഗംഗാ നദി ആവാൻ സാധ്യതയുണ്ട്. हरिद्वार, ऋषिकेश, ऐसा शिमला, मनाली, फिर वहाँ से हो सकता तो इधर ले जाएगा ले लद्दाख। आप कहाँ से हो? गाजियाबाद से। गाजियाबाद, अच्छा। कहाँ से अभी दिल्ली तक वो तो गाजियाबाद जा रहे हैं क्या? उधर ऋषिकेश हुआ है। ऋषिकेश, अच्छा, जाके आया। इस काम के लिए गए क्या, ऐसा घूमने के लिए? घूमने। गर्मी आ गया, स्टार्ट हो गया, बहुत ज़्यादा है भाई, इसलिए एक ये पिएगा. വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നേരത്തെ വണ്ടി കണ്ടില്ലല്ലോ, ആ പുള്ളി മറ്റേ ഗാസിയാബാദ് പോകുന്നതാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് ഇത് ശരിക്കും ഇതിൻ്റെ മേലെ റിഫ്ലക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഗാർഡിയൻ ഗേസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാഗാണ്. ടെയിൽ ബാഗ് തന്നെയാണ്. ഇതിന് സെൻറ്ററിൽ ചെറിയ കട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്, ഇത് നമ്മുടെ മാറ്റ്, ഇത് ഇവിടെ നിന്ന് മേടിച്ച ടെൻറ്റ്, എന്താ പറയുന്നത്, തെക്കാത്തിലുണ്ട് ടെൻറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഫുൾ ലോഡഡാണ്. ക്ലാസ് നമുക്ക് സാധനം ഉണ്ടാക്കുന്നില്ല. ആകെ പേടിയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്, ഐസ് ഉണ്ടല്ലോ, ഇതൊരു പൊടി ഇടുന്നുണ്ട്. ഇതൊന്നും ചോദിച്ചിട്ട് കല്യാണം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. സംഭവം കൊള്ളാം. ഈ സാധനം കുടിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ കുടിക്കുന്നതിനേക്കാളും രസം തോന്നുന്നുണ്ടാകുന്നത്. കാരണം അന്യഗ്രഹത്തിൽ നിന്ന് ജീവിതമാരി നോക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാമറയും ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇത് മനസ്സിലായി ഞാൻ അവരെ പറ്റി പറയുന്നതെന്ന്. ഈ ഇങ്ങനെ ബാഗൊക്കെ, ടൈൽ ബാഗൊക്കെ എൻ്റെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറിയിരിക്കാനായിട്ട് ഇച്ചിരി പാടുണ്ട്. നമുക്ക് കാല് വളച്ച് വെച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കാലിലേക്ക് കയറണേ, ഇങ്ങനെ കയറണം. ഒരു ചെറിയ പണിയാണ്. ഈ ചൂടിനൊരു ആശ്വാസം കിട്ടിയിട്ടാ. നേരത്തെ ഞാൻ അതിനിടയിൽ ഒരു ചെറിയ മണ്ടത്തരം ചെയ്തു. ഈ മൈക്ക് ഉണ്ടല്ലോ, മൈക്കിൻ്റെ പിൻ ഊരി വെച്ചിട്ട് അതിനോട് സംസാരിച്ചു. അതുകൊണ്ട് അതിനിടയിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. ഈ മത്തങ്ങ പോലത്തെ ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ. അതെന്താണ് ഈ कितना के जी, कितने का होगा, कितने का है ये किलो, कितने का है? 1 किलो 100 का हो गया? कुछ भी बोलते हैं आप, ज़्यादा बोलते हैं आप. नहीं 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 नहीं, ज़्यादा है. इतना मत बोलो, बाहर से आदमी आएगा तो कुछ भी बोल के कहते थे आप. ലവങ്ങിയുണ്ടല്ലേ. നമ്മൾ ഹരിദ്വാർ എത്തി. മിഞ്ചോർ, ഡെറാഡൂൺ, ഇതാണ് നമ്മുടെ ഹരിദ്വാർ കേട്ടോ. തർബൂജ എടുത്ത് കട്ട് ചെയ്യണ്ടേ, അതിനിത്തിരി വെള്ളം കുടിക്കട്ടെ. ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഇതുണ്ടല്ലോ, അതിനകത്ത് നമുക്കൊരു 5 ലിറ്ററിൻ്റെ വെള്ളം കൊള്ളുന്ന രീതിയിലുള്ള ക്യാനാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ ബോട്ടിൽ മിക്കുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കാം. പിന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട് ഞാൻ, അത് അങ്ങേ സൈഡിലാന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. കത്തിയല്ല, ഒരു നമുക്ക് ടെൻ്റൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഹാമറും ഇതൊക്കെ അടക്കം ഉള്ളത്. അത് വെച്ചിട്ട് നമുക്ക് മറ്റേ ഈ സൈഡിലാണ്
കണ്ടില്ലേ, ഇതിനകത്ത് നമ്മുടെ സ്പൂണ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യാനായിട്ടുള്ള വല്ല സാധനം. ഈടാ പോയി നമ്മുടെ, അല്ലെങ്കിൽ ചെറിയ ടൂൾ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് വെച്ചിട്ട് നമ്മുടെ തർബൂച്ചിനും കട്ട് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ലാതിരിക്കാൻ വഴിയില്ല. തർബൂജ് ഇവിടെ കമോണ്ട്രാ സാധനം കേട്ടോ. കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് എടുക്കാം ആദ്യം. ഓഹോ, ഇപ്പം എനിക്ക് ആളെ മനസ്സിലായി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ് കേട്ടോ. അത് അയാൾ തന്നെ പറ്റിച്ചതാണ്. ഒരു സാധനമില്ലേ അത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ശരി, ഞാനത് കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനി എവിടേക്ക് പോകാനുള്ളതെന്നുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കണം. ഇവിടെ ഇന്ന് പറ്റുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടിട്ട് പറ്റുവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋഷികേശിലേക്ക് നേരെ വിടാനുള്ള പരിപാടിയാണ്.